ജയിലിൽ കിടക്കുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത അഗർവാൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ വെച്ചായിരുന്നു ഗുരുതരമായ ഈ ആരോപണങ്ങൾ സുനിത ഉന്നയിച്ചത്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഇത്തരമൊരു കാര്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരിക്കെ ഇതുകൂടിയാകുമ്പോൾ കൂടുതൽ ഗൗരവമേറിയ ആരോപണവുമായി മാറുകയാണ് ഇക്കാര്യം. തീഹാർ ജയിലിൽ കെജ്രിവാളിന് നൽകുന്ന ഓരോ ഭക്ഷണവും കൃത്യമായി പരിശോധിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷമായി ദിവസവും 50 യൂണിറ്റ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാളിന് ആ ഇൻസുലിൻ കൂടി നിഷേധിക്കുകയാണെന്നും തൻ്റെ ഭർത്താവിനെ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഒരു ഭാര്യ വെളിപ്പെടുത്തിയത് ചെറിയ കാര്യമല്ല. BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതാണ് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ കാരണം. കെജ്രിവാളിനെതിരെയുള്ള ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും അത് നമ്മൾ പോരാടി വിജയിക്കുമെന്നും സുനിത റാഞ്ചിയിലെ റാലിയിൽ വെച്ച് ശപഥം ചെയ്തു. ജയിലിൻ്റെ കവാടങ്ങൾ തകർക്കപ്പെടുമെന്നും കെജ്രിവാളും ഹേമന്ത് സോറനും പുറത്തു വരുമെന്നും അവർ വിളിച്ചു പറയുകയാണ്. കെജ്രിവാളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയാണ് ഈ രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്നത്. ഇൻസുലിൻ നൽകാതെ അദ്ദേഹത്തെ ജയിലിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മാത്രമല്ല, കാര്യമായ ചികിത്സ അദ്ദേഹത്തിന് നൽകുന്നില്ല എന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കെജ്രിവാളിനെ അപായപ്പെടുത്താനുള്ള ശ്രമമാണോ എന്ന് ഈ രാജ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ തന്നെ തൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നൊരു ഭാര്യ വിളിച്ചു പറഞ്ഞത് മോദി സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന സുനിത അഗർവാളിൻ്റെ ആരോപണം ശരിവെക്കുകയാണ് രാജ്യം. കെജ്രിവാളിൻ്റെ ആരോഗ്യം അല്പം മോശം തന്നെയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 300-ലെത്തിയതായും ഇൻസുലിൻ നിഷേധിച്ചതാണ് ഇതിന് കാരണമെന്നും പറയുന്നു. സീനിയർ ഡയബറ്റോളജിസ്റ്റിൻ്റെ സേവനം കെജ്രിവാളിന് നൽകണമെന്ന ആവശ്യം അത് നിഷേധിക്കുകയാണ് സർക്കാർ ചെയ്തത്. കെജ്രിവാളിൻ്റെ ആരോഗ്യനിലയിൽ ഗുരുതര പ്രശ്നങ്ങളില്ലെന്നും ഇപ്പോഴുള്ള മരുന്ന് തുടരട്ടെ എന്നുമാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കിയത്. ഇവിടെ ജലദോഷത്തിന് പോലും അമേരിക്കയിലേക്ക് പോകുന്ന ഭരണകൂടം ഉയർന്ന പ്രമേഹ രോഗിയായ ഒരു മുഖ്യമന്ത്രിക്ക് ആവശ്യമായ ഇൻസുലിനും ചികിത്സയും നൽകാത്തത് അദ്ദേഹത്തെ ക്ഷീണിപ്പിക്കാനാണെന്ന വാദം രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങുകയാണ്.